ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക സഭ ജനുവരി 13 പോയിറ്റിയേഴ്സിലെ ബിഷപ്പും ഡോക്ടറുമായ വിശുദ്ധ ഹിലാരിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഹിലാരി, ഒരു പുരജാതിയൻ എന്ന നിലയിൽ അങ്ങയുടെ ഹൃദയം അസ്വസ്ഥമായിരുന്നു. പക്ഷേ അങ്ങ് ആ അസ്വസ്ഥതയെ സത്യത്തിനായുള്ള അന്വേഷണമാക്കി മാറ്റി. അത് കണ്ടെത്തിയപ്പോൾ അങ്ങ് ആദ്യം തല കുനിച്ചു. ത്രിത്വത്തിൻ്റെ മഹത്തായ രഹസ്യത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ പ്രവേശിച്ചു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മഹത്തായ രഹസ്യം കണ്ടെത്താനുള്ള എൻ്റെ ദൃഢനിശ്ചയത്തിൽ ഞാൻ ഉത്സാഹവും ദൃഢനിശ്ചയവും ഉള്ളവനായിരിക്കണമെന്ന് ദയവായി എനിക്ക് വേണ്ടിയും അങ്ങ് പ്രാർത്ഥിക്കണമേ. ഞാൻ വിശ്വാസത്തിൽ വളരുമ്പോൾ വിശ്വാസം മറ്റുള്ളവർക്ക് മാതൃകയാക്കാനുള്ള അങ്ങയുടെ തീക്ഷ്ണതയിൽ ഞാനും പങ്കുചേരട്ടെ. വിശുദ്ധ ഹിലാരി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഫ്രാൻസിലെ പോയിറ്റിയേഴ്സിൽ ഒരു സമ്പന്നമായ പുറജാതീയ കുടുംബത്തിൽ ജനിച്ച ഹിലാരി ക്ലാസിക്കുകളിൽ നല്ല വിദ്യാഭ്യാസം നേടിയിരുന്നു. എന്നിരുന്നാലും സ്വന്തം ആത്മാവിലേക്ക് നോക്കിയപ്പോൾ ആനന്ദം തേടുക, വിശ്രമം ആസ്വദിക്കുക, സമ്പത്ത് നേടുക അല്ലെങ്കിൽ തൻ്റെ ജഡിക ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടുത്തുക എന്നിവയ്ക്കായി മാത്രം താൻ നിലനിൽക്കുന്നില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മനുഷ്യാത്മാവ് മരിക്കാൻ വേണ്ടി മാത്രം നിലനിൽക്കുന്നതല്ലെന്ന് ഹിലാരി ന്യായവാദം ചെയ്തു. പകരം അത് കൂടുതൽ ശാശ്വതമായ മഹത്വമുള്ള ഒന്നിനായി നിലനിൽക്കണം. അദ്ദേഹത്തിൻ്റെ പുറജാതീയ സംസ്കാരം പര്യാപ്തമാകാതെയും തത്വചിന്തയിൽ കുറവുണ്ടാക്കുകയും ചെയ്തപ്പോൾ, തിരുവെഴുത്തുകളിൽ ഇടറി വീണപ്പോൾ ഹിലാരി ഒടുവിൽ താൻ അന്വേഷിക്കുന്നത് കണ്ടെത്തി. ഹിലാരി ആദ്യം പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ നിഗൂഢമായ നാമത്താൽ ആകർഷിക്കപ്പെട്ടു. ഞാൻ ആകുന്നു ദൈവം തന്നെ നിത്യനായി വെളിപ്പെടുത്തിയിരിക്കുന്നു. തുടക്കമോ അവസാനമോ ഇല്ലാതെ അസ്തിത്വം തന്നെ. തുടർന്ന് ഹിലാരി യോഹന്നാൻ 1 അധ്യായം 1 മുതൽ 14 വരെയുള്ള സുവിശേഷത്തിൽ ദൈവപുത്രനെ കണ്ടെത്തി. ഈ കണ്ടെത്തലിനെ കുറിച്ച് ഹിലാരി പറഞ്ഞു: എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ മഹത്തായ പ്രവർത്തനങ്ങളെ അളന്നു. അവൻ്റെ നിത്യമായ സർവശക്തിയുടെ തോതിൽ പ്രവർത്തിച്ചു. അതിരുകളില്ലാത്ത വിശ്വാസത്താൽ ദൈവം ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നുവെന്നും വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചുവെന്നും ഹിലാരിക്ക് വിശ്വസിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ പരമപരിശുദ്ധ ത്രിത്വത്തിൻ്റെ സൗന്ദര്യം, രഹസ്യം, സർവശക്തി, സ്വഭാവം എന്നിവ മനസ്സിലാക്കാനുള്ള ശക്തിയും സമ്മാനവും അദ്ദേഹത്തിന് ലഭിച്ചു. വിശ്വാസത്തിൻ്റെ ഈ കണ്ടെത്തലുകൾക്ക് തൊട്ടു പിന്നാലെ ഹിലാരി ഒരു ക്രിസ്ത്യാനിയായി സ്നാനമേറ്റു. മനുഷ്യരുടെ ഭ്രാന്തിനും അജ്ഞതയ്ക്കും എതിരെ ത്രിത്വ സിദ്ധാന്തത്തെ പ്രതിരോധിക്കാൻ തുടങ്ങി. അദ്ദേഹം വിശ്വാസികളെ വളരെയധികം ആകർഷിച്ചു. അവർ അദ്ദേഹത്തെ അവരുടെ ബിഷപ്പായി തിരഞ്ഞെടുത്തു. ആ മാന്യതയ്ക്ക് അദ്ദേഹം മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. അക്കാലത്തെ ഭ്രാന്തിലും അജ്ഞതയിലും പങ്കുവെച്ചൊരിൽ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ച പുത്രൻ പിതാവിനേക്കാൾ താഴ്ന്നവനാണെന്ന് കരുതിയ ആരിനിയസത്തിൻ്റെ പാഷണ്ഡതയെ പിന്തുടർന്ന ഒരു കൂട്ടം ബിഷപ്പുമാരും സാധാരണക്കാരുമുണ്ടായിരുന്നു. ഈ പാഷണ്ഡത പ്രത്യേകിച്ച് കിഴക്കൻ സഭയിൽ ശക്തമായിരുന്നു. പക്ഷേ ഫ്രാൻസിലുടനീളം വ്യാപിക്കാൻ തുടങ്ങിയിരുന്നു. ഹിലാരി വെറും 5 വർഷം ബിഷപ്പായി സേവനമനുഷ്ഠിച്ചതിന് ശേഷം ഒരു ഏരിയൻ വംശജനായ ചക്രവർത്തി ഈ പാഷണ്ഡതയ്ക്ക് പിന്തുണ നൽകാൻ എല്ലാ ബിഷപ്പുമാരോടും ഉത്തരവിട്ടു. ഹിലാരി വിസമ്മതിച്ചു. പകരം അദ്ദേഹം സത്യത്തെ ശക്തമായി പ്രതിരോധിച്ചു. അദ്ദേഹത്തിൻ്റെ ധീരമായ നിലപാടിനായി ആധുനിക തുർക്കിയിലെ ഫ്രിജിയയിലേക്ക് നാട് കടത്തപ്പെട്ടു. തൻ്റെ സ്നേഹത്തിലും പരിപാലനത്തിലും ദൈവം ഹിലാരിയുടെ പ്രവാസകാലം ശക്തമായ രീതിയിൽ ഉപയോഗിച്ചു. ഫ്രിജിയയിൽ ആയിരുന്നപ്പോൾ ബിഷപ്പ് ഹിലാരി പഠനത്തിലും എഴുത്തിലും ധാരാളം സമയം ചെലവഴിച്ചു. പോയിറ്റിയേഴ്സിലായിരുന്നപ്പോൾ അദ്ദേഹം ഇതിനകം തന്നെ മത്തായിയുടെ സുവിശേഷത്തെക്കുറിച്ച് ഒരു അത്ഭുതകരമായ വ്യാഖ്യാനം രചിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം തൻ്റെ ഏറ്റവും വലിയ കൃതിയായ ഡി ട്രിനിറ്റിയിലേക്ക് ത്രിത്വത്തെക്കുറിച്ച് മനസ്സുവെച്ചു.
അദ്ദേഹത്തിൻ്റെ ക്ലാസിക്കൽ വിദ്യാഭ്യാസം, ഗ്രീക്ക് പരിജ്ഞാനം, തിരുവെഴുത്തുകളോടുള്ള സ്നേഹം, അരിയനിസത്തിൻ്റെ തന്നെ ഭ്രാന്ത്, അജ്ഞത എന്നിവയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ബിഷപ്പ് ഹിലാരി നിസിൻ വിശ്വാസ പ്രമാണത്തിൽ പഠിപ്പിക്കുന്നത് പോലെ ത്രിത്വ സിദ്ധാന്തത്തിൻ്റെ സമഗ്രമായ പ്രതിരോധം രചിച്ചു. ഫ്രിജിയയിലെ ഏരിയൻ വംശജർക്ക് ബിഷപ്പ് ഹിലാരി വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിനാൽ അദ്ദേഹത്തെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ ഏരിയൻ ബിഷപ്പുമാർ ചക്രവർത്തിയോട് അപേക്ഷിച്ചു. ചക്രവർത്തി ഈ അഭ്യർത്ഥനയെ മാനിച്ചു. പോയിറ്റിയേഴ്സിലേക്ക് മടങ്ങിയെത്തിയ ബിഷപ്പ് ഹിലാരി ഗ്രീസിലൂടെയും ഇറ്റലിയിലൂടെയും വീട്ടിലേക്ക് ദീർഘയാത്ര നടത്തി. പാശ്ചാത്യ സഭയിലെ അരിയനിസത്തിൻ്റെ തുടക്കത്തെ മുഴുവൻ പ്രസംഗിച്ചുകൊണ്ട് പൊളിച്ചു മാറ്റി. അദ്ദേഹത്തിൻ്റെ ഫലപ്രാപ്തി അദ്ദേഹത്തിൻ്റെ വ്യക്തമായ പഠിപ്പിക്കലിൽ നിന്നും മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അനുരഞ്ജന സമീപനത്തിൽ നിന്നും ദൃഢനിശ്ചയത്തിൽ നിന്നുമാണ് ലഭിച്ചത്. പോയിറ്റിയേഴ്സിൽ തിരിച്ചെത്തിയ അദ്ദേഹം പ്രസംഗിക്കുകയും എഴുതുകയും കൗൺസിലുകളിൽ പങ്കെടുക്കുകയും സ്തുതിഗീതങ്ങൾ രചിക്കുകയും ചെയ്തു. വിശ്വാസത്തിൻ്റെ സിദ്ധാന്തങ്ങൾ ദൈവജനത്തിന് പാട്ടിലൂടെ പരിചയപ്പെടുത്തുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ മാർഗമായിരുന്നു സ്തുതിഗീതങ്ങൾ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ ഏക ദൈവത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവിലേക്ക് എല്ലാവരും എത്തണമെന്ന ആഗ്രഹത്താൽ ജ്വലിച്ച ഒരു യഥാർത്ഥ പാസ്റ്ററായിരുന്നു അദ്ദേഹം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഹിലാരി, ഒരു പുരജാതിയൻ എന്ന നിലയിൽ അങ്ങയുടെ ഹൃദയം അസ്വസ്ഥമായിരുന്നു. പക്ഷേ അങ്ങ് ആ അസ്വസ്ഥതയെ സത്യത്തിനായുള്ള അന്വേഷണമാക്കി മാറ്റി. അത് കണ്ടെത്തിയപ്പോൾ അങ്ങ് ആദ്യം തല കുനിച്ചു. ത്രിത്വത്തിൻ്റെ മഹത്തായ രഹസ്യത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ പ്രവേശിച്ചു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മഹത്തായ രഹസ്യം കണ്ടെത്താനുള്ള എൻ്റെ ദൃഢനിശ്ചയത്തിൽ ഞാൻ ഉത്സാഹവും ദൃഢനിശ്ചയവും ഉള്ളവനായിരിക്കണമെന്ന് ദയവായി എനിക്ക് വേണ്ടിയും അങ്ങ് പ്രാർത്ഥിക്കണമേ. ഞാൻ വിശ്വാസത്തിൽ വളരുമ്പോൾ വിശ്വാസം മറ്റുള്ളവർക്ക് മാതൃകയാക്കാനുള്ള അങ്ങയുടെ തീക്ഷ്ണതയിൽ ഞാനും പങ്കുചേരട്ടെ. വിശുദ്ധ ഹിലാരി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു.